അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക വിശ്വാസപ്രകാരം പാരമ്പര്യ വിവരണങ്ങൾ പ്രകാരം ഒരാൾക്ക് സിഹിറി കൂടോത്രം ബാധിച്ചാൽ പ്രകടമായേക്കാവുന്ന 7 പ്രധാന ലക്ഷണങ്ങൾ. 1. പെട്ടെന്നുണ്ടാവുന്ന പെരുമാറ്റം. യാതൊരു കാരണവുമില്ലാതെ സ്വഭാവത്തിൽ കടുത്ത മാറ്റങ്ങൾ വരിക. സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നവർ പെട്ടെന്ന് കടുത്ത ദേഷ്യം വിദ്വേഷം ഉണ്ടാക്കുക. ഉദാഹരണത്തിന് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പെട്ടെന്നുണ്ടാകുന്ന അകൽച്ച. 2. ആരാധനകളോടുള്ള വിമുഖത. അള്ളാഹുവിനെ സ്മരിക്കുന്നതിനോടും ഖുർആൻ പാരായണം കേൾക്കുന്നതിനോടും നമസ്കരിക്കുന്നതിനോടും കടുത്ത മടിയും പ്രയാസം അനുഭവപ്പെടുക. ബാങ്കിനോട് ദേഷ്യം അനുഭവപ്പെടുക. 3. വിട്ടുമാറാത്ത ശാരീരിക അസ്വസ്ഥതകൾ. വൈദ്യശാസ്ത്രപരമായി യാതൊരു തകരാറുകളും കണ്ടെത്താൻ കഴിയാത്ത വിധം വിട്ടുമാറാത്ത കടുത്ത തലവേദന, നെഞ്ചരിച്ചിൽ, ശരീരമാകെ ഉണ്ടാകുന്ന ഭാരം അല്ലെങ്കിൽ വേദന എന്നിവ അനുഭവപ്പെടുക. 4. ഭയപ്പെടുന്ന സ്വപ്നങ്ങൾ. ഉറക്കത്തിൽ സ്ഥിരമായി പാമ്പുകൾ, കറുത്ത നായ്ക്കൾ, ശ്മശാനങ്ങൾ എന്നിവ കാണുകയോ ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് വീഴുന്നതായി സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയോ ചെയ്യുക. ഇത്തരത്തിലുള്ള അനാവശ്യ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഇതിന്റെ ഭാഗമാവാം. 5. അമിതമായ മറവിയും ചിന്താക്കുഴപ്പവും. കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക. ദൈനംദിന കാര്യങ്ങൾ പോലും കടുത്ത മറവി അനുഭവപ്പെടുക. എപ്പോഴും ഭ്രമിച്ചതുപോലെയുള്ള അവസ്ഥ ഉണ്ടാവുക. 6. കടുത്ത ഉത്കണ്ഠയും ഒറ്റപ്പെടൽ ആഗ്രഹവും കാരണമില്ലാതെ അമിതമായ ഭയവും നെഞ്ചിരിപ്പും ഉണ്ടാവുക. ആളുകളുമായി ഇടപഴകാൻ മടി കാണിക്കുകയും എപ്പോൾ ഇരുണ്ട മുറികളിലോ ഒറ്റയ്ക്കോ ഇരിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുക. 7. തൊഴിലിലും ബിസിനസ്സിലും പെട്ടെന്നുണ്ടാകുന്ന തടസ്സങ്ങൾ. എല്ലാ യോഗ്യതകളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും വിജയിക്കാതിരിക്കുക. ജോലിയിലോ ബിസിനസ്സിലോ വലിയ താല്പര്യക്കുറവ് അനുഭവപ്പെടുക. പെട്ടെന്നുള്ള സാമ്പത്തിക തകർച്ച, ജോലി നഷ്ടപ്പെടുക. ഇത്തരത്തിലുള്ള ഈ ലക്ഷണങ്ങളൊക്കെ സിഹിർ ബാധയുടെ ഭാഗമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അമല് പറഞ്ഞു തരാം. പിന്നെ കടുപ്പമേറിയ പഴക്കമേറിയ സിഹിറൊക്കെ ആണെങ്കിൽ സ്വയം ചെയ്യലോടുകൂടി ചിലപ്പോൾ ബാത്തിലാവണമെന്നില്ല. അതിന് മറ്റൊരു ഖുർആനിക ചികിത്സകന്റെ സഹായം ആവശ്യമായി വന്നേക്കാം. എന്നാലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒളുവൊക്കെ ചെയ്തിട്ട് ഖിബ്ലക്ക് മുന്നിട്ടിട്ട് എൻ്റെ സിഹിർ ബാത്തിലാവും എന്ന നല്ല മനക്കരുത്തോടു കൂടി തന്നെ ഈ അമല് ചെയ്ത് 41 ദിവസം ചെയ്യണം. സിമ്പിളാണ്. ഒരു പാത്രം വെള്ളം എടുക്കുക, അതിലേക്ക് 7 ഫാത്തിഹ ഓതുക, പിന്നെ 41 സൂറത്തുൽ ഫലഖ്, അതുപോലെ തന്നെ 41 സൂറത്തുൽ നാസ്. ഇവ 7 ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ച് വെള്ളത്തിലേക്ക് തട്ടുന്ന രൂപത്തിൽ ഓതുക. സൂറത്ത് ഫലക്കും 41 തവണ ഓതുക പൂർത്തിയായ ശേഷം. അതുപോലെ തന്നെ സൂറത്തുൽ നാസും 41 തവണ ഓതുക പൂർത്തിയായ ശേഷം. എന്നിട്ട് ഈ വെള്ളം കൊണ്ട് ഇരുന്ന് കുടിക്കുകയും അല്പം ശരീരത്താകെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക. ടോയ്ലറ്റ് പോലത്തതിൽ നെജസിലേക്ക് വെള്ളം തട്ടരുത്, വീഴരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് 41 ദിവസം ഇത് ചെയ്യുകയാണെങ്കിൽ ഏകദേശം സിഹിറുകൾ, കാരണം ഈ സിഹിറിന് ബാത്തിലിന് വേണ്ടി തന്നെ ഇറക്കപ്പെട്ട സൂറത്തുകളാണ്. അപ്പോൾ ഈ ഖുർആനി ആയത്തുകൾ കൊണ്ട് സിഹിർ ബാത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 41 ദിവസം തുടർച്ചയായിട്ട് മുടങ്ങാതെ ഏത് സമയത്തും കുഴപ്പമില്ല, ഒരു ദിവസം ചെയ്യണം. സ്വന്തമായിട്ട് ചെയ്യാം, മറ്റുള്ളവർക്ക് ഒന്നിച്ച് ഇന്ന് ഓതി ചെയ്യാം, വീട്ടിലെല്ലാവർക്കും വേണ്ടി ഉപയോഗപ്പെടുത്താം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഏകദേശം ആക്കപ്പെട്ട സിഹിറുകൾ ബാത്തിലാവും. പിന്നെ സിഹിർ ബാത്തിലാവുന്നില്ല എന്ന് വരികയാണെങ്കിൽ പഴക്കം ഉണ്ടാവും. കുറേ പഴക്കാകുമ്പോൾ പിശാചിക സിഹിർ ശക്തികൾക്ക് ശക്തി പ്രാപിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരാളുടെ സഹായം ആവശ്യമായി വന്നേക്കാം. ഏതായാലും ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അള്ളാഹു ഇതെല്ലാം നിങ്ങളുടെ സിഹിറുകളൊക്കെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു ബാത്തിലാക്കി തരുമാറാകട്ടെ.